എന്തുവാടെ എത്ര നേരം കാത്തിരിക്കുന്നത്? ഓഫീസ് ഇട്ടിട്ട് 1 മണിക്കൂറായില്ല. ഇത്ര താമസിച്ചെന്ത്? ഒരു മണിക്കൂർ ഏണി ഉണ്ടായിരുന്നു, അപ്പൊ അത് സോൾവ് ചെയ്തിട്ട് വന്നപ്പോ താമസിച്ചു. എന്തോ നേണി? ഈ ടോം ആവശ്യത്തെ തേനീര് തലേ വെക്കുന്നുണ്ട് പാപ്പ, നമ്മൾ ലേറ്റ് ആയിട്ട് വന്നത്. അതൊരു പണ്ടേ ഉള്ളതാ. വഴിയാ പോണ വയ്യ വലിയ തോളത്ത് വെച്ചോളൂ. പാപ്പ, നമുക്ക് ഒരു ഇഷ്ടക്കേട് തോന്നിയ ഒരു വ്യക്തി ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ നോ എന്നല്ലേ ആദ്യം പറയുന്നത്. അപ്പയുടെ മോൻ ഈ ടോം ആ നോന്ന് വാക്ക് പാത്രത്തിൽ പറയത്തതേ ഇല്ല. എന്തോ നടേ അങ്ങനെയൊന്നുമല്ല. എന്നെ കൂടെ പറ്റാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. നോ പറയേണ്ടതാണെങ്കിൽ ഞാൻ പറയും. എല്ലാവരും സഹായിക്കാൻ നീ സൂപ്പർമാനല്ലേ? പപ്പയ്ക്ക് എങ്ങനെ അറിയാം ടോമിന്റെ ഇരട്ട പേര് സൂപ്പർമാൻ ആണെന്ന്? എന്റെ സകല പരിപാടികളും എനിക്കറിയാം. അത് എന്റെ സകല പരിപാടി അറിയാം. പക്ഷെ നീ ജെസ്സി ആണെന്ന് മാത്രം അറിഞ്ഞായിരുന്നു. മതി എന്നെ ട്രോൾ ചെയ്ത്. ഞാൻ പോയി റെഡി ആവും നോക്ക്. അവിടെ എല്ലാരും കാത്തിരിക്കുക. ചെല്ലേ മതി, ഇതാ പോണം. പെട്ടെന്ന് വരണം കേട്ടോ. ഞാൻ അവിടെ നിന്ന് കളിക്കാതെ ചോദിക്കരുത്. എവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞ സമയത്ത് ഇറങ്ങത്തേ ഇല്ല. ഗ്രേസിയേ, എത്ര നേരായി. ഒരു വഴിക്ക് എവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്തൊരു താമസമാണെന്നാ. ഞാൻ റെഡി ആയിട്ടാ. കൊള്ളാല്ല. അല്ല ടോം എന്തിയേ? ടോമേ, എന്തോ എത്ര നേരമായെന്നോ? ഇറങ്ങിയല്ലോ. അയ്യേ, പൂക്കളുള്ള ഷർട്ടാണ് ഇട്ടോണ്ട് പോണത്. അയ്യെന്ത് പൂക്കൾക്ക് എന്ത് കുഴപ്പം? നമ്മൾ രണ്ടുപേരും ഒരേപോലെ യെല്ലോ ഷെയ്ഡ്സ് പിടിച്ചത്. ഒരേപോലെ ഇട്ടോണ്ടൊക്കെ എന്ത് സ്കൂളിൽ പോണോ? യൂണിഫോം ഇട്ടോണ്ടോ? അഴുക്കൊക്കെ. ജെസ്സിയെ കണ്ട എന്തൊരു ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ. ഞാൻ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ആയിട്ട് തന്നെ ഇറങ്ങിയത്. അത് നീ മാത്രം പറഞ്ഞാൽ മതിയാ. അയ്യോ മോളെ, ഈ 100 പോലത്തെ മാല ഇട്ടോണ്ടാണ് പോണത്. അത് മോശം. അല്ല ഗോൾഡ് അവലോടണ്ടേ? അല്ല, ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ട് അവള് പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കനത്തിലൊന്നും മോട്ടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടൊന്നും അല്ല പപ്പ, ഞാൻ അങ്ങനെ ഹെവി ഓർണമെന്റ്സ് ഇടുന്ന ഒരാളല്ല. അതൊന്നും പറ്റൂല. പിന്നെ ഗോൾഡ് എന്തെങ്കിലും കേട്ടോണ്ട് തന്നെ പോണം. പിന്നെ ഈ സമയത്ത് ഇനി ഇവിടെ ഗോൾഡ് വാങ്ങിക്കാൻ പോകണം. അതുപോലെ ഗ്രാമിന് എന്തൊരു വില. അതിനെ കുറിച്ചൊന്നും നീ ആലോചിക്കണ്ട ഗ്രേസിയെ. അന്തസ്സോടെ പോണം. അതാണ് പാർട്ടിക്ക് ആവശ്യം. അന്തസ്സൊക്കെ നമുക്കുണ്ട്. എന്തോന്ന്? അതെ, ഈ വെള്ളയും ഇട്ട് നടക്കുന്നേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കാശുകാരാ. അപ്പൊ അങ്ങനെയുള്ളവരുടെ വീട്ടിൽ പോകുമ്പോൾ അതിൻ്റെതായ അന്തസ്സോടെ കൂടി പോവാൻ. പ്രത്യേകിച്ചും സെബാസ്റ്റ്യന്റെ മരുമോളാകുമ്പോ. ശരി. അല്ല ഒന്നുമില്ല, വിട്ടില്ലായിരുന്നു. അങ്ങോട്ട് കൊടുക്ക്. മമ്മി ഭയങ്കര ഇതായിട്ട് വാങ്ങിച്ചല്ലേ മമ്മിക്ക് ഇഷ്ടപ്പെട്ട്. അതൊന്നും സാരമില്ല, നീ അങ്ങോട്ട് ഇട്ട് കൊടുക്ക്. ടോമേ, നീ അടുത്ത കഴുത്തിലോട്ട് ഇട്ട് കൊടുക്ക്. അങ്ങോട്ട് ഇട്ട് കൊടുക്കടാ. നോക്കട്ടെ, അത് ഇടാൻ പറ്റുമോ? നിങ്ങളുടെ കെട്ടാ കാണാൻ പറ്റിയില്ല, ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയല്ല. അല്ല, നിങ്ങൾ നിർബന്ധിച്ച വേണേ നമ്മൾ ഒന്നുകൂടെ കെട്ടായിരുന്നു. പോടേക്കാ, നല്ല ഭംഗിയുണ്ട് എന്റെ ചക്കരേനെ കാണാൻ. ബിപി ജോർജ് നല്ല ചെലവും കൊടുത്ത് വളർത്തിണ്ടാണ് അങ്ങനെ. ബിപി ജോർജിന്റെ വീട്ടിലല്ലേ ഇപ്പൊ നിൽക്കുന്നത്? സെബാസ്റ്റ്യന്റെ വീട്ടിലല്ലേ? കേട്ടല്ലോ. എന്നാ വാ പോളെ പോ. വിളിച്ചിട്ട് ഇറങ്ങ്. മതി, വാ അങ്ങട്. വണ്ടി ഞാൻ ഓടിക്കില്ല കേട്ടോ. നീ ഓടിക്കണം.